ക്രിസ്തുവേശുവിൻ നാമത്തിൽ എല്ലാവർക്കും വന്ദനമറിയിക്കുന്നു. ആശ്രയ ടി വി ജീവൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാൻ കഴിയും. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. വളരെ എഫക്റ്റീവായി യേശു തൻ്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുമ്പോൾ ഗദരദേശത്തേക്കുള്ള ഒരു യാത്രയിൽ ഉണ്ടായ ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി അന്ന് സന്ധ്യയായപ്പോൾ അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് അവരൊരുമിച്ചാണ് അക്കരയ്ക്ക് പോകുന്നത്. ഒരു ബോട്ടിലാണ് അവർ യാത്ര ചെയ്യുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ പലരും സമുദ്രത്തിൽ, കടലിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ പലരും മീൻ പിടിക്കുന്നവരായിരുന്നു. ചിലർക്കെങ്കിലും വളരെ പരിചയമുണ്ട് കടലിൽ. കടലിൻ്റെ സ്വഭാവങ്ങൾ, അവർ പോകുന്ന ബോട്ടിൻ്റെ സ്വഭാവങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. എന്നാൽ ഈ യാത്രയ്ക്കകത്ത് അവരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവർ നേരിട്ടു. ഞാൻ ഈ അധ്യായത്തിൽ നിന്ന് 2 സംഭവങ്ങൾ എടുക്കുമ്പോൾ ഒരേ പ്രശ്നത്തെ വ്യത്യസ്ത രീതിയിൽ ഇടപെടുന്ന, വ്യത്യസ്ത രീതിയിൽ പരിഹരിക്കുന്ന യേശുവിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പ് ഞാൻ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ താൻ പടകിൽ, ആ ബോട്ടിൽ തന്നെ അമരത്ത് തലയിണ വെച്ചുറങ്ങുകയാണ്. വലിയ ചുഴലിക്കാറ്റുണ്ടായി. ഈ ബോട്ടിനെ മുങ്ങത്തക്ക തരത്തിൽ വെള്ളം അതിനകത്ത് കയറി കാറ്റിനാൽ ഉലയാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ അവർ ഇതിനെ നേരിടാൻ അവരെ കൊണ്ട് മാക്സിമം അവർ പരിശ്രമിച്ചു. എങ്കിലും അതിനൊരു റിസൾട്ട് കാണാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗത്ത് പടകിൽ തിര തള്ളിക്കയറുകൊണ്ട്, വെള്ളം കയറുകൊണ്ട് അത് മുങ്ങുമാറായി. ആ ഭാഗം ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു അമരത്ത് തലയണ വച്ച് ഉറങ്ങിയെന്ന് നമുക്ക് കാണാൻ കഴിയും. ശിഷ്യന്മാരെല്ലാം ഒരുമിച്ച് ഈ ബോട്ടിനകത്തുണ്ട്. അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ആശയങ്ങൾ കൈമാറുന്നുണ്ടെങ്കിലും യേശുവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരികയാണ്. അതുകൊണ്ട് യേശു അമരത്ത് തലയണ വെച്ച് മാറി ഉറങ്ങാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്കും കാരണം, പടകുകൾ ഉലയുന്ന അനുഭവങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് ദൈവവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനക്കുറവ്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അകന്നു നടക്കുക, ഈ സാഹചര്യങ്ങളിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കയറി വരുന്നത്. ഇവിടെ ശിഷ്യന്മാർ എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് അവർ ആ ബോട്ടിൽ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ യേശു അമരത്ത് തലയണ വെച്ചുറങ്ങും. വലിയ കാറ്റടിച്ചു, തിരകൾ ഇതിനകത്ത് കയറി. അപ്പോഴും അവരതിനെ പരിഹരിക്കാനായി അവരെ കൊണ്ട് മാക്സിമം പല കാര്യങ്ങൾ അവരോട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കാൻ നോക്കുമ്പോൾ അത് കൂടുതൽ വഷളാകുന്നതൊരു യാഥാർത്ഥ്യമാണ്.
ഈ സാഹചര്യത്തിൽ യേശുവിനെ അവർ ഉണർത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? അപ്പോൾ യേശുക്രിസ്തു അവരുടെ കൂടെ ഉണ്ട്. ഈ തിരമാലകളും കാറ്റുകളും വരുമ്പോൾ അവരെ കൊണ്ട് കഴിവതും ശ്രമിച്ചിട്ട് നടക്കാതെ വന്നപ്പോൾ അവരുടെ സ്വഭാവത്തിന്, അവരുടെ വാക്കുകളിൽ മാറ്റം സംഭവിച്ചു. അവർ പറയുകയാണ്, നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? ഹല്ലേലൂയ. യേശുവിനെ അവർ ഉണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. യേശുക്രിസ്തു അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ നിലവിളി കേട്ട് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. കടലിനെ ഇളക്കുന്നത് കാറ്റാണല്ലോ. കാറ്റിൻ്റെ ശക്തിയിലാണ് കടൽ ഇളകുന്നത്. അതുകൊണ്ട് യേശു കാറ്റിനെയാണ് ശാസിച്ചത്. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ കാരണങ്ങളെയാണ് തൊടുന്നത്. ആ പ്രശ്നത്തെ അല്ല, ആ പ്രശ്നത്തെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കാരണങ്ങളെയാണ് ദൈവം തൊടാൻ ആഗ്രഹിക്കുന്നത്. പുറമേ പലതിനോടും പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ആ പുറമേ വരുന്ന പ്രശ്നങ്ങളുടെ പിമ്പിലുള്ള റീസണുകൾ അത് കണ്ടുപിടിച്ച് പരിഹരിക്കാൻ തയ്യാറായെങ്കിലേ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമ്മുടെ വീട്ടിലുള്ള പല പ്രശ്നങ്ങളാകട്ടെ, വ്യക്തിപരമാകുന്ന പല കാര്യങ്ങളാകട്ടെ, മാനുഷികമായി പരിഹരിക്കാതെ ആത്മീകമായി അതിനെ പരിഹരിക്കാൻ തയ്യാറായാൽ ആ വിഷയങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണുവാനിടയായി. യേശു കാറ്റിനെ ശാസിച്ചു. കാറ്റ് കാണാൻ കഴിയുന്നതല്ല, കടൽ കാണാൻ കഴിയുന്നതാണ്. അതിൽ കാറ്റ് അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ. കാണാൻ കഴിയാത്ത കാറ്റിനെയാണ് യേശു ശാസിച്ചത്. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ചില മേഖലകളിൽ പ്രശ്നങ്ങളെ ഉളവാക്കുന്ന, കാണാത്ത മേഖലയിൽ അടിക്കുന്ന ചില പൈശാചിക കാറ്റുകളുണ്ട്. അതിനെ കണ്ട് ശാസിക്കാൻ തയ്യാറായാൽ, അതിനെതിരെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ കാണുന്ന തരത്തിലുള്ള വിഷയങ്ങൾ വേഗത്തിൽ പരിഹരിക്കപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. യേശു കാറ്റിനെ ശാസിച്ചപ്പോൾ ശാന്തതയുണ്ടായത് കടലിലാണ്. അപ്പോൾ കടലിൽ ശാന്തത വരണമെങ്കിൽ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിനെ ശാസിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കാറ്റും കടലും കൂടെ ഇവൻ അനുസരിക്കും, ഇവൻ ആർ. അവർക്ക് യേശുവിനെ സത്യത്തിൽ ശരിയായ നിലയിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നു, ഇവൻ ആർ. യേശു പറഞ്ഞു, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുമെന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ കുറവുകൾ പലവിധ വിഷയങ്ങൾക്ക് കാരണമാകുന്നു. വിശ്വാസം കുറയുമ്പോൾ പലതിലും നാം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു പരിഹാരം കാണാൻ കഴിയുന്നത്. എന്നാൽ ഒരുവൻ വിശ്വസിക്കാൻ തയ്യാറാകുമ്പോൾ അവനിൽ സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിനെതിരെ അടിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും പിമ്പിലുള്ള ഒരു കാറ്റുണ്ട്. അതിനെ ദൈവം ശാസിക്കാൻ ആഗ്രഹിക്കുക. അപ്പം യേശു അവിടെ ചെയ്തത് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അനങ്ങാതിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 45 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ യേശുക്രിസ്തു പുരുഷാരത്തിന് അപ്പം കൊടുത്തതിന് ശേഷം, അപ്പവും മീനും വർദ്ധിപ്പിച്ചു കൊടുത്തതിന് ശേഷം
ശിഷ്യന്മാരെ പടക് കയറി ബേത്സയിദയ്ക്ക് നേരെ മുന്നോടുവാൻ നിർബന്ധിച്ചു. യേശുക്രിസ്തു പടക് കയറി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. ആ സമയത്ത് യേശു അവരോട് വന്നില്ല. അവരെ പറഞ്ഞു വിട്ട ശേഷം താൻ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. അപ്പോൾ മുമ്പ് നമ്മൾ വായിച്ചത് യേശുക്രിസ്തു അവരോടുകൂടെ ഈ ബോട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തു അവരെ പറഞ്ഞയച്ചിട്ട് താൻ പ്രാർത്ഥിക്കാൻ മലയിൽ കയറിപ്പോയി. അവർ ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വൈകുന്നേരമായപ്പോൾ പടക് കടലിൻ്റെ നടുവിലും താൻ ഏകനായി കരയിലുമായിരുന്നു. യേശുക്രിസ്തു കരയിലാണ്, അവർ കടലിൻ്റെ നടുവിലെത്തി. എന്താ സംഭവിച്ചത്? കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ട് വലിച്ച് വലയുന്നത് അവൻ കണ്ടു. ആ സമയം എന്ന് പറയുന്നത് ഏകദേശം രാത്രി 4-ാം യാമത്തിൽ രാത്രിയാണ്, 4-ാം യാമത്തിലാണ് യേശു ഇത് കാണുന്നത്. കടലിൻ്റെ നടുവിലാണ്, കാറ്റ് പ്രതികൂലമാണ്, അവർ തണ്ട് വലിച്ച് വലഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇതിന് മുമ്പത്തെ അനുഭവത്തിൽ യേശുക്രിസ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു സംശയിച്ചു ചോദിച്ചതാണ്. എന്നാൽ ഇപ്പോൾ അവരെ വീണ്ടും ഇതേ സാഹചര്യത്തിലൂടെ യേശു കടത്തിവിടുകയാണ്. അവരുടെ പ്രതികരണമാണ് യേശു നോക്കുന്നത്. എന്നാൽ ഇവരെന്താണ് ചെയ്തിരിക്കുന്നത്? അവിടെയും അവർ തണ്ടു വലിച്ചു വലഞ്ഞു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം തെളിയിക്കാനുള്ള സാഹചര്യം ദൈവം അനുവദിക്കാറുണ്ട്. നമുക്ക് വിശ്വാസങ്ങൾ എപ്പോഴാണ് തെളിയിക്കപ്പെടുന്നത്? നമ്മുടെ പ്രതിസന്ധിയുടെ സമയങ്ങളിലാണ് നമ്മുടെ വിശ്വാസം തെളിയിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ നന്നായിരിക്കുമ്പോഴല്ല, നമ്മൾ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അകപ്പെടുമ്പോൾ, നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കാറുണ്ട്, ആശ്രയിക്കാറുണ്ട്. അതോ നമ്മൾ തന്നെ അതിനെ ഡീൽ ചെയ്യുകയാണോ? നമ്മൾ തന്നെ അതിനെ പരിഹരിക്കാൻ നോക്കുകയാണോ? ഈ രണ്ട് ഭാഗത്തു നിന്നും മനസ്സിലാകുന്നൊരു കാര്യം, പ്രശ്നങ്ങളെ സ്വയമായി പരിഹരിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങളെ നിങ്ങളായി തന്നെ അതിനെ ഡീൽ ചെയ്യാൻ നോക്കുന്നു. എന്നാൽ ഇന്ന് നാം ദൈവസന്നിധിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ കൊടുത്തിട്ട് നാം ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരുന്നാൽ നാം പോലും അറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകളെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടുന്നവരാണോ? അവർ പലവിധമായ കാര്യങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങൾ അവർക്കുണ്ടെങ്കിലും നിങ്ങൾ മാനുഷികമായിട്ടാണോ അത് കൈകാര്യം ചെയ്യുന്നത്? ഇത്രയും നാൾ നിങ്ങൾ മാനുഷികമായി കൈകാര്യം ചെയ്തിട്ടും ഒരു മാറ്റം ഉണ്ടായോ? ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങളുടെ സാമ്പത്തിക വിഷയമായിരിക്കാം, നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ രോഗത്തിൻ്റെ വിഷയമായിരിക്കാം. എന്തു തന്നെ ആയാലും ദൈവത്തിന് എത്രത്തോളം സ്ഥാനം അതിന് നമ്മൾ കൊടുക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരിടം കൊടുക്കുവാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം വിളിച്ച് സന്തതികളെ തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം താൻ വൃദ്ധനാണ്, തൻ്റെ ഭാര്യ വൃദ്ധയാണ്. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം
അത് നിവർത്തിക്കുമെന്ന് താൻ വിശ്വസിക്കുവാനിടയത്. അപ്പം ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇവിടെ അവർ വീണ്ടും തണ്ട് വലിച്ചു വലയുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ആ ബോട്ട് മുങ്ങാതിരിക്കാനുള്ള പലവിധമായ ടെക്നിക്കുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ പല ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം പലപ്പോഴും പരാജയത്തിലേക്കും നിരാശയിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ടെക്നിക്കുകളെല്ലാം അവസാനിപ്പിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നാം സമയം കൊടുത്താൽ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം അവസരം കൊടുത്താൽ, നമ്മുടെ പ്രശ്നങ്ങളെ ദൈവമായി തന്നെ ഇടപെട്ട് പരിഹരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാർ ഈ സമുദ്രത്തിൽ കിടന്ന് തണ്ട് വലിച്ചു വലയുമ്പോൾ തിരമാലകളിൽ പ്രാണഭയത്തിൽ അവർ നിലവിളിക്കുമ്പോൾ അവിടെ ആർക്കും അവരെ സഹായിക്കാൻ കഴിയില്ല. ആർക്കും അടുത്തു വരാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നത്. കാര്യം സമുദ്രത്തിൻ്റെ നടുക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം തന്നെ അവരെ സഹായിക്കണം. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ ദൈവം തന്നെ പരിഹരിക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകൾ നമ്മളെ സഹായിക്കണമെന്നില്ല. നമ്മുടെ വിഷയങ്ങളിൽ അവരിടപെടണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ഹെൽപ്പ് വരണമെന്നില്ല. പലപ്പോഴും നമ്മൾ നിരാശപ്പെടുന്നത് എങ്ങനെയാണ്? അവരെന്നെ സഹായിക്കുന്നില്ല, ഇന്നയാളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ നിരാശപ്പെടുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളെ പ്രവർത്തിക്കുവാൻ അവസരം കൊടുത്താൽ ആർക്കും ചെന്നെത്താൻ കഴിയാത്ത ചില മേഖലകളിൽ ദൈവമായി ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മൾ എന്ത് പ്രശ്നത്തിലായിരുന്നാലും അതിനെല്ലാം പരിഹാരമുണ്ട്. വലിയ പ്രശ്നമോ ചെറിയ പ്രശ്നമെന്നില്ല. വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, ഏതൊക്കെ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. ഹല്ലേലൂയ. ഇവിടെ ഏകദേശം രാത്രി 4-ാം യാമത്തിൽ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അവരെ കടന്നു പോകുവാൻ ഭാവിച്ചു. അപ്പോൾ മുമ്പ് യേശു അവരോട് കൂടെ പടകിലുണ്ടായിരുന്നു. ഇപ്പോൾ യേശു അവരുടെ കൂടെ പടകിലില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് അവിടെ കാണുന്നത്? 4-ാം യാമത്തിൽ യേശു കടലിൻ്റെ മീതെ നടന്നു വരികയാണ്. അവരൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു നിലയിലാണ് കർത്താവ് അവരുടെ അടുക്കൽ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് അവരെന്താ പറഞ്ഞത്? അവർ നിലവിളിച്ചു. കാരണം ഒരു ഭൂതമെന്നാണ് അവർ എന്ത് ചെയ്തത്? യേശുവിനെ കുറിച്ച് നിരൂപിച്ചത്. കാര്യം അവർ ഇന്ന് വരെ യേശു കടലിൽ നടക്കുന്നത് അവർ കണ്ടിട്ടില്ല. ഇതുവരെ യേശു അങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് അവർക്കറിവില്ല. എന്നാൽ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു രീതിയിൽ കർത്താവ് അവരുടെ അടുക്കൽ ഇറങ്ങി വരികയാണ്. ഇത് ഞാൻ ഈ ദൂതനകത്തൂടെ ദൈവം ഈ വചനത്തിനകത്തൂടെ നിങ്ങളൊരു ആലോചന പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ കാണാത്ത നിലയിൽ, ഇതുവരെ അനുഭവിക്കാത്ത നിലയിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ അവൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. യേശു കടലിന്മേൽ നടന്നവരുടെ അടുക്കൽ വന്നു. ഹല്ലേലൂയ. അവർ നിലവിളിച്ചു.
യേശു പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, ഞാൻ തന്നെ ആകുന്നു, ഭയപ്പെടേണ്ട. അവരെല്ലാം ഭയപ്പെട്ടു പോയി. അവർ വിചാരിച്ചൊരു ഭൂതമാണ്. അപ്പോൾ അവർ ചിന്തിച്ചത് കടലിൽ മുക്കിക്കളയത്തക്ക രീതിയിലുള്ള കാറ്റും തിരമാലയുണ്ട്. ഇപ്പോഴിതാ ഒരു ഭൂതവും അവരുടെ അടുത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. ഏത് മനുഷ്യൻ്റെയും ധൈര്യം കെട്ടുപോകാവുന്നൊരു സാഹചര്യമാണ്. എന്നാൽ യേശു പറഞ്ഞു, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ യേശു അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുക. ഇന്ന് ഭയത്തിലായിരിക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഒരുപക്ഷെ ഈ രോഗത്തിൽ മരിക്കുമെന്നായിരിക്കും നീ ഭയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ നീ അവസാനിക്കുമെന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. എന്നാൽ ഈ വചനത്തിലൂടെ കർത്താവ് നിന്നോട് പറയുന്നു, യേശു നിന്നോട് പറയുന്നു, ധൈര്യപ്പെടുവിൻ, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. ധൈര്യപ്പെടുക, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യങ്ങളിൽ നീ ഭയപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ഈ വചനം എന്നെ ശ്രദ്ധിക്കുമ്പോൾ ചില പ്രത്യേക അസ്വസ്ഥതയാൽ, രോഗത്താൽ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുകയാണ്. ഇല്ല, ദൈവം നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കാൻ പോവുകയാണ്. ഈ രോഗത്തിൽ നിങ്ങൾ മരിച്ചു പോകത്തില്ല. സാമ്പത്തിക ബാധ്യത കൂടുമ്പോൾ ആത്മഹത്യ ചെയ്യണമോ എന്ന് പലരും ആലോചിക്കുകയാണ്. സഹോദര, സഹോദരി, നീ ആത്മഹത്യ ചെയ്യാൻ വരട്ടെ. യേശുവിന് സമയം കൊടുക്കുക. നീ പോലും ചിന്തിക്കാത്ത നിലയിൽ നിന്റെ വിഷയങ്ങൾ അവൻ പരിഹരിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ധൈര്യപ്പെടുക, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരുടെ അടുക്കൽ ചെന്ന് പടകിൽ കയറി. കാറ്റമർന്ന് അവർ ഉള്ളിൽ അത്യന്തം ഭ്രമിച്ചാശ്ചര്യപ്പെട്ടു. യേശു പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു. ഇതിനു മുമ്പ് യേശു പടകിലുണ്ടായിരുന്നപ്പോൾ കാറ്റിനെ ശാസിക്കുകയായിരുന്നു. കടലിനോട് അനങ്ങാതിരിക്കാൻ കൽപ്പിച്ചു. എന്നാൽ ഇപ്പോൾ യേശു ചെയ്തത് കൽപ്പിക്കുകയല്ലായിരുന്നു. അവരോടുകൂടെ ആ പടകിൽ യേശു കയറുകയായിരുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരേ സാഹചര്യങ്ങളിൽ ഇന്നലെ പ്രവർത്തിച്ചതുപോലെ അല്ല ദൈവം ഇന്ന് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇന്നലെ മറ്റൊരു രീതി പ്രവർത്തിച്ചെങ്കിൽ ഇന്ന് ആമേൻ വ്യത്യസ്തകരമായ നിലയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇന്നവൻ പടകിലേക്ക് കയറി. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കാത്ത നിലയിൽ നിങ്ങളുടെ വിഷയങ്ങൾ ദൈവം ഇടപെട്ട് അത് പരിഹരിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ചിലർ ചിന്തിക്കുന്നത് യേശു കൽപ്പിച്ച് കാറ്റിനെ അടക്കും. അല്ല, ഇപ്പോൾ അവൻ പടകിൽ കയറിയാൽ ചില കാറ്റുകൾ അടങ്ങിയേ മതിയാകും. ഇന്ന് നിങ്ങളുടെ പടകിനകത്തവൻ കയറാൻ പോവുകയാണ്. നിങ്ങളുടെ വീട്ടിനകത്തവൻ വരാൻ പോവുകയാണ്. നിനക്കെതിരെ അടിക്കുന്ന പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഈ വചനത്താൽ, ദൈവ സാന്നിധ്യത്താൽ അത് നിർത്തൽ ചെയ്യാൻ പോവുകയാണ്. യേശു പടകിൽ കയറിയതുപോലെ നിന്റെ വിഷയത്തിനകത്തവൻ കയറിയാൽ അത് പരിഹരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കാറ്റമർന്നു, ശാന്തതയുണ്ടായി. അവർ എത്തേണ്ട സ്ഥലത്ത്, ഗന്നസരേത്ത് ദേശത്ത് അണഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവം നിന്നെ എവിടെയെങ്കിലും എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടെത്തിക്കുന്നത് വരെ യേശുവിൻ്റെ ശ്രദ്ധ നിങ്ങളുടെ മേലായിരിക്കും. അത് പടകിനകത്ത് യേശു ഉറങ്ങിയാലും ശരി, പടകിൽ യേശു വന്നില്ലെങ്കിലും ശരി,
നിങ്ങളെ യേശുവാണോ പറഞ്ഞു വിടുന്നത്? ദൈവഹിതത്തിലാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്? നിങ്ങളെ എത്തിക്കത്തില്ലെന്ന് ഏതൊക്കെ ശക്തമേറിയ കാറ്റുകൾ ആഞ്ഞടിച്ചാലും, ആമേൻ, നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കത്തില്ലെന്ന് പറഞ്ഞാലും, യേശു കയറിയാൽ, ആമേൻ, നിങ്ങളുടെ വിഷയങ്ങൾ, ആമേൻ, അവിടെ പരിഹരിക്കപ്പെടും. നിങ്ങൾ ആ അക്കരെ എത്തുന്നത് പോലെ ആ വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ എത്തിയിരിക്കും. ഹല്ലേലൂയ. കാര്യം കർത്താവാണ് നിങ്ങളെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് പലരും വാഗ്ദത്തം കേട്ട്, ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ചെങ്കിൽ വഴിയിൽ വെച്ച് നിങ്ങൾ അസ്തമിച്ചു പോകത്തില്ല, വഴിയിൽ വെച്ച് നിങ്ങൾ തകർന്നു പോകത്തില്ല. നിങ്ങളെ എത്തിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവരുടെ മേലൊരു ദൈവികമായ സ്പർശനം ഉണ്ടാകട്ടെ. ഇവരുടെ വിഷയങ്ങൾക്കകത്ത് അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കാറ്റുകൾ അടങ്ങട്ടെ, പ്രതിസന്ധിയുടെ കാറ്റുകൾ അടങ്ങട്ടെ. ഹല്ലേലൂയ. രോഗത്തിൻ്റെ കാറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ അടങ്ങട്ടെ. സകല പൈശാചിക കാറ്റുകളെ ശാസിക്കണമേ. ഇന്ന് ഒരു ഡെലിവറൻസ് ഇവരുടെ മേൽ അയക്കണമേ, ഒരു സൗഖ്യം ഇവരുടെ മേൽ അയക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവ് ഇത് ചെയ്യുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.